നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ക്രബാണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ നമുക്കിത് സ്ക്രബായിട്ടും ഫേസ് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാനൊക്കെ അടിച്ചവരാണെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. നമ്മളിത് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ്. നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ക്രബിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രബ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു സ്ക്രബ് നമുക്ക് ഫേസിൽ മാത്രമല്ല ശരീരം മുഴുവനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ക്രബാണ്. ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്ക്രബാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നാച്ചുറൽ സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. നമ്മളിത് പച്ചമഞ്ഞൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്, കറിക്ക് ഉപയോഗിക്കുന്നതല്ല. അപ്പം ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് തന്നെ എടുക്കുക. അപ്പം ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. 1 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. തിളപ്പിക്കാത്ത പാലാണ് വേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാച്ചുറൽ സ്ക്രബ്. ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള സ്ക്രബ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് നമ്മുടെ ഫേസിലെ ടാൻ മാറാനായിട്ടും അതേപോലെ ശരീരം മുഴുവനായിട്ടുള്ള ടാൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഒരു കോട്ടും കൂടി ഇട്ട് ഫേസ് പാക്ക് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫുൾ ബോഡിയിലെ ടാൻ മാറ്റാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പം ഞാനിനി ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് ഹെവി ആയിട്ട് ഹാർഡായിട്ട് പിടിച്ച് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡാമേജ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആക്കി പിടിച്ച് വിട്ട് വേണം നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട്. നമ്മുടെ ലിപ്സിന് സൈഡിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു സ്ക്രബ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സ്ക്രബാണ്. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും.
സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.